കൃഷ്ണകൃപാസാഗരം. ആനന്ദശായി ആറാടിക്കളിക്കുന്ന അമ്പാടിയിൽ യശോദാരോഹിണിമാരും ഗോപികാ ഗോപന്മാരും ആനന്ദ നൃത്തമാടി. കംസദൂതയായ പൂതന ഭീകരവേഷം മറച്ച് ലളിതാവേഷധാരിയായി ശിശുവധോദ്യക്തിയായി അമ്പാടിയിൽ പ്രവേശിച്ചു. കണ്ണനെ ലാളിക്കാൻ അതിയായ മോഹമുണ്ടെന്ന ലളിതാവേഷധാരിയുടെ കിളിമൊഴി യശോദയിൽ തെല്ലും സംശയം ജനിപ്പിച്ചില്ല. കണ്ണൻ മുലയുണ്ടപ്പോഴനുഭവിച്ച പൂതനയുടെ ആദ്യ നിർവൃതി അടുത്ത ക്ഷണം നൊമ്പരമായി, വിങ്ങലായി, വിഭ്രാന്തിയായി. ഒടുവിൽ സ്വന്തം ഹൃദയരക്തം തന്നെ ഊറ്റാൻ തുടങ്ങിയപ്പോൾ അവൾ ഭീകരരൂപിണിയായി. അവളുടെ ദിഗന്ധം പിളർക്കുമാറുള്ള അലർച്ച അമ്പാടിയെ നടുക്കി. മോനെ, നിന്റെ അന്ത്യത്തിനുള്ള വകയായി. മതി, നിർത്തിക്കോ. എന്തൊരു അത്യാർത്ഥി! എന്റെ ചങ്കിലെ ചോര ഊറ്റിപ്പിടിക്കുകയാണോ? ആദ്യം കണ്ടാലും വിട്. എന്റെ കണ്ണ, അയ്യോ, എന്താ ഇത് ഭഗവാനെ! അസാധ്യം! പൂതന വധിക്കപ്പെട്ടെന്നോ? കൈതവീരാക്ഷസിയുടെ ബലവതിയായ പുത്രി കൊല്ലപ്പെട്ടെന്നോ? അതും മുലകുടി മാറാത്തൊരു കൈക്കുഞ്ഞിനാൽ! അചിന്ത്യം, അസംഭാവ്യം! നടന്നത് സത്യമാണ് പ്രഭു. അമ്പാടിയിലൊരുണ്ണി. അമ്പാടിയിലൊരുണ്ണി! പ്രദ്യോത, ചുട്ടുകരിച്ചാലോ അമ്പാടി? അല്ലെങ്കിൽ നാം തന്നെ നേരിട്ട് ചെന്ന് തൂക്കിയെടുത്ത് നിലത്തടിച്ചാലോ? വേണ്ട പ്രഭു, അത് അനുചിതമാണ്. നേരിട്ടല്ല, ഉപായത്തിലൂടെ വധിക്കുന്നതാണ് ബുദ്ധി. സേനാപതിക്കെന്ന് തോന്നുന്നു? മഹാരാജൻ, ഗോപന്മാർക്ക് പ്രിയങ്കരനായ നന്ദഗോപഗ്രഹത്തിലെ ഉണ്ണിയാണല്ലോ പൂതനയെ കൊന്നത്. പൂതനയെ അയച്ചതാരെന്ന് തൽക്കാലം ആരും അറിഞ്ഞിട്ടില്ല. അതങ്ങനെ നിലനിർത്തുന്നതാണ് നല്ലത്. അതല്ലാതെ നാം നേരിട്ട് അമ്പാടിയിലേക്ക് പുറപ്പെട്ടാൽ ഗോപന്മാരും യാദവന്മാരും ഒന്നടങ്കം നമുക്ക് നേരെ തിരിയും. അതുകൊണ്ട് അസുരപ്പടയെ അയച്ച് നയോപായങ്ങളാൽ
മായാവിദ്യകളാൽ വധിക്കുന്നതാവും നന്ന്. ശരിയാണ്. നന്ദഗോപരെ, ഗോപജാലത്തെ നമുക്ക് നേരെ തിരിയാൻ അനുവദിക്കണ്ട. അതല്ലേ രാജഗുരു അഭിലഷണീയം? തീരുമാനം സന്ദർഭോചിതം. ഇനി അങ്ങ് എന്ത് ചെയ്യുന്നതും സൂക്ഷിച്ചു വേണം. ദേവി എന്താ ആലോചിക്കുന്നത്? ആ രാക്ഷസിയെക്കുറിച്ച് തന്നെ. അവളുടെ സൗന്ദര്യം തുളുമ്പുന്ന മുഖവും ആ ഭീകര രൂപവും മനസ്സിൽ നിന്ന് മായുന്നില്ല ആര്യദേവ. എങ്ങനെ മായാൻ? എന്താ അവളുടെ ശവശരീരത്തിന്റെ വലിപ്പമെന്നറിയോ? സൂതന്മാരും ആഗതന്മാരും ചൊല്ലിപ്പാടുന്ന കഥകളിൽ നിന്ന് ഇത്തരം വലിപ്പമുള്ള രാക്ഷസിമാരെ കുറിച്ച് കേട്ടിട്ടുള്ളൂ. ഇപ്പോ നേരിട്ട് കാണാനും കഴിഞ്ഞു. ചിതയ്ക്ക് തീ കൊളുത്തി കഴിഞ്ഞോ? കഴിഞ്ഞു. 64 ചിതകൾ ഒരുക്കേണ്ടി വന്നു. 64 ചിതകളോ? അതെ ദേവി. അവളുടെ ശരീരം പലതായി മുറിച്ച് ഓരോന്നും ഓരോ ചിതയിൽ വെച്ചാ തീ കൊടുത്തിരിക്കുന്നത്. പരശതം ഗോപന്മാർ എത്ര നാഴിക അധ്വാനിച്ചിട്ടാണ് ചിത ഒരുക്കിയതെന്നറിയോ? അചിന്യം തന്നെ ദേവി, അചിന്യം. സ്ത്രീകളെ പോലും മോഹിപ്പിക്കുന്ന സുന്ദരിയായിട്ടാണ് അവൾ കടന്നു വന്നത്. എന്റെ പാദം തൊട്ടു വന്നിച്ച് ഞാൻ കോടി പുണ്യം ചെയ്തവളാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു സംശയവും തോന്നിയില്ല. കണ്ണനെ എടുക്കാൻ കൈനീട്ടിയപ്പോൾ കൊടുക്കാതിരിക്കാൻ മനസ്സ് അനുവദിച്ചതുമില്ല. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഹോ, അതോർക്കാൻ കൂടി കഴിയുന്നില്ല. സമാധാനിക്ക ദേവി. നമ്മുടെ കുഞ്ഞ് ദൈവാനുഗ്രഹമുള്ളവനാണ്. അവനെ അപായപ്പെടുത്താൻ 14 ലോകത്തിലുള്ള ഒരു ശക്തിക്കും സാധ്യമല്ല. നാം ഇപ്പോൾ ആലോചിക്കുന്നത് മറ്റൊന്നാണ്. നാം വസുദേവരെ കണ്ടിരുന്നു. അമ്പാടിയിൽ അനർത്ഥമെന്തോ സംഭവിക്കാൻ പോകുന്നതായി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോ അത് സംഭവിച്ചിരിക്കുന്നു. അശുഭലക്ഷണങ്ങൾ ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ടറിഞ്ഞ് അദ്ദേഹം നമ്മെ അറിയിച്ചുവല്ലോ. അദ്ദേഹം ഒരു ദീർഘദർശിയാണ്. ശരിയായിരിക്കാം. പൂർവ്വജന്മത്തിൽ അദ്ദേഹം മഹാതപസ്വിയായിരുന്നിരിക്കാം. അല്ലെങ്കിൽ അഷ്ടാംഗയോഗം അഭ്യസിച്ച ഒരു മഹായോഗി. ദേവ, ചന്ദനത്തിന്റെ അകിലിന്റെ സുഗന്ധം പരക്കുന്നുണ്ടല്ലോ. അതെ, പൂതനയുടെ ചിതകളിൽ നിന്നാണ് ആ സുഗന്ധം. ആ രാക്ഷസിയുടെ ചിതയിൽ നിന്നും ചന്ദനഗന്ധമോ? ദേവ, എന്താണ് അതിന്റെ പൊരുൾ? അവൾ കേവലം ഒരു രാക്ഷസി മാത്രമായിരിക്കില്ല. സൗന്ദര്യവും വൈരൂപ്യവും മാറി മാറി ധരിക്കാൻ കഴിവുള്ളവൾ. ആരായിരിക്കും അവൾ? ഇനി അതൊന്നും ഓർത്ത് ദേവി മനസ്സ് പുണ്ണാക്കണ്ട. അവളുടെ ചിത കത്തി അമരുന്നതോടെ ആ ഓർമ്മകളും അവസാനിച്ചിരിക്കണം. ദേവ, പൂതനയുടെ ചിതയിൽ നിന്നുള്ള പുക ഇങ്ങി പാലാഴിയോളം എത്തിയിരിക്കുന്നല്ലോ. എന്താ, അവൾക്ക് മോക്ഷപ്രാപ്തിയോ? അതെ, മോക്ഷപ്രാപ്തി ഉണ്ടാകണമല്ലോ. അധർമ്മവൃത്തി ചെയ്തവൾക്കും ജന്മസാഫല്യമോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ദേവ, ഈ പൂതന ആരാണ്? എന്തിനാണ് അവൾ ഇതൊക്കെ ചെയ്തത്? പറയാൻ ദേവി. പൂതനാമോക്ഷം കഥ പറയുന്നതും കേൾക്കുന്നതും മോക്ഷദായകമാണ്. ദുഷ്കർമ്മമായാലും സൽക്കർമ്മമായാലും ഏതൊരു കർമ്മവും അനുഷ്ഠിക്കുന്നതിന് പിന്നിൽ ചില കാര്യകാരണ ബന്ധങ്ങളുണ്ടെന്ന് ദേവി മനസ്സിലാക്കിയാലും. കൃഷ്ണനെ കാകോളം ആവോളം പുരട്ടിയ മുല കൊടുത്തു കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ പൂതന പുറപ്പെട്ടു ചെന്നതിൻ്റെ പിന്നിലും ഒരു പൂർവാപര ജന്മബന്ധത്തിൻ്റെ കഥയുണ്ടെന്ന് ദേവി അറിഞ്ഞിരിക്കുക. ദേവ, ആ പുകച്ചുരുളുകൾ ഇങ്ങോട്ടാണല്ലോ നീങ്ങി വരുന്നത്. വരട്ടെ, വരണമല്ലോ. പുകച്ചുരുളിൻ്റെ ആഗമന ഉദ്ദേശം അറിയണമെങ്കിൽ പൂതനെ ആരെന്നറിഞ്ഞിരിക്കണം. കേട്ടാലും നമ്മുടെ വാമനാവതാര കാലത്ത് മഹാബലി ചക്രവർത്തിക്ക് രത്നമാല എന്ന് പേരായി അതിസുന്ദരിയായൊരു മകളുണ്ടായിരുന്നു. വാമന രൂപയായ നമ്മെ കണ്ടപ്പോൾ രത്നമാലയ്ക്കൊരു മോഹമുദിച്ചു. വാമനൻ തീരെ ചെറിയ കുട്ടിയുടെ രൂപത്തിലായിരുന്നല്ലോ. തനിക്ക് വാമനനെ പ്രസവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് മുലയൂട്ടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന അദമ്യമായ മോഹമാണ് രത്നമാലയ്ക്കുണ്ടായത്.
അവളുടെ മനസ്സിൽ ആ മോഹം സഫലമാകാത്ത മോഹമായി എന്നും ഉണ്ടായിരുന്നു. ആ രത്നമാലയുടെ അനന്തര ജന്മമാണ് കൈതവി എന്ന രാക്ഷസിയിൽ ജനിച്ച പൂതന എന്നറിഞ്ഞാലും. എന്താ ദേവിക്ക് മനസ്സിലായോ? മനസ്സിലായി. വാമനനായ അങ്ങയെ മുലയൂട്ടണമെന്ന മോഹമാണ് കൃഷ്ണനായ അങ്ങയെ മുലയൂട്ടിയതിലൂടെ അവൾക്ക് സഫലമായത്, അല്ലേ? അതെ, കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് വന്നതെങ്കിലും ഒരമ്മയുടെ സ്ഥാനത്തിരുന്ന് മുല നൽകി മരിച്ചതുകൊണ്ട് ഒരു വീരമാതാവിൻ്റെ സ്ഥാനവും മോക്ഷവും പൂതനയ്ക്ക് ലഭിച്ചിരിക്കുന്നു. അവൾ പുകച്ചുരുളായി വരുന്നത് നമ്മളിൽ വിലയം പ്രാപിക്കാനാണ്. ഇപ്പോൾ ദേവിക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ശ്രീകൃഷ്ണ അവതാരം പലരെയും നിഗ്രഹിക്കാൻ വേണ്ടി മാത്രമല്ല, അനുഗ്രഹിക്കാൻ കൂടിയാണെന്ന്. മനസ്സിലായി. ദേവാ, അങ്ങയുടെ മാതാവ് എത്തിക്കഴിഞ്ഞു. കണ്ടുവോ നന്ദഗോപരാജനെ? കണ്ടു, ഒക്കെ അറിഞ്ഞു. എന്താ? കേൾക്കട്ടെ. കാത്തുകാത്തുണ്ടായൊരുണ്ണി, അതാ നന്ദഗോപർക്ക് കൃഷ്ണൻ. നന്ദഗോപരും യശോദാദേവിയും എന്നല്ല, പ്രജാവാസികൾ മുഴുവൻ കണ്ണന്റെ വരവ് തിമിർത്ത് ആഘോഷിക്കുകയാണ്. ജനിച്ച ഉടനെ ബ്രാഹ്മണ ശ്രേഷ്ഠരെ കൊണ്ട് സൂക്തമന്ത്രം ചൊല്ലിച്ചു. കൊമ്പും കുളമ്പും പൊന്നുകെട്ടിയ ഗോക്കൾ ആയിരങ്ങളെയാണത്രേ ദാനം ചെയ്തത്. രത്നങ്ങൾ വേറെ, സ്വർണ്ണനീരിൽ മുക്കിയെടുത്ത വിശേഷ വസ്ത്രങ്ങൾ, അതിനു പുറമെ 7 ദിക്കിൽ പൊലികൂട്ടിക്കൊടുത്തു എള്ള്. ദേവകി, ഒക്കെ നാം മനസ്സിൽ ഉറപ്പിച്ചിരുന്നതിലും ഏറെ. പിന്നെ ഉറക്കം, അമ്മയോടൊത്ത് ശയ്യാതലത്തിൽ ഒക്കെ കേട്ടു നിൽക്കുമ്പോൾ നന്ദഗോപരോട് ഒന്ന് ചോദിക്കാൻ മറന്നുപോയി. മുളച്ചുവോ കൊച്ചരി പല്ലുകളെന്ന്? ദേവി, അതിന് പ്രായമാകുന്നതല്ലേ ഉള്ളൂ. അമ്മയുടെ മനസ്സിന്റെ വേഗതയിൽ വളരില്ലല്ലോ ഒരു ഉണ്ണിയും. പിന്നെ എന്തൊക്കെ പറഞ്ഞു നന്ദഗോപരാജൻ? പകലുറങ്ങും മുമ്പേ പറഞ്ഞു തീരാനാകാത്തത്ര വിശേഷങ്ങൾ. ആമോദം ഏറ്റവും പകർന്ന ഒന്നു പറയാം. കണ്ണനെത്തിയപ്പോൾ അമ്പാടി തന്നെ ആകെ മാറിയത്രേ. ആ മാറ്റം കുറിക്കാൻ നന്ദഗോപർ ഉപയോഗിച്ച വാചകമെന്തെന്നോ? രമാക്രീഡം എന്നു വെച്ചാൽ അമ്പാടി ലക്ഷ്മീദേവിയുടെ കളിപ്പന്തലായത്രേ. സമ്പൽ സമൃദ്ധി ആവോളം ഇരട്ടിച്ചു. സർവൈശ്വര്യ രൂപിണിയായ ലക്ഷ്മീദേവിയുടെ കേളി രംഗമായി അമ്പാടി. ദേവി, എന്ത് കേൾക്കണം ഇതിനപ്പുറം? ആകുലതകൾ ഏറെ പേറിച്ചെന്ന് നാം മടങ്ങി വന്നത് ആനന്ദത്തിന്റെ സാഗര കരങ്ങളേറി. മതി, മനം നിറഞ്ഞു. കൃതാർത്ഥയായി ഇവൾ. സത്വരജസ് തമോ ഗുണങ്ങൾ എന്താണെന്ന് നന്ദന് മനസ്സിലായില്ലേ? ധർമ്മ സംസ്ഥാപനാർത്ഥം ദുഷ്ടനിഗ്രഹം ചെയ്യുക എന്ന കർമ്മം ജഗന്നിയന്താവിനാൽ കണ്ണനിൽ അർപ്പിതമായിരിക്കുന്നു എന്നറിഞ്ഞാലും. അജ്ഞനായ എനിക്ക് അവിടുത്തെ ഉപദേശത്താൽ വേദാന്തസാരങ്ങൾ ഏറെ ഹൃദിസ്ഥമാക്കാൻ കഴിഞ്ഞു. എത്ര കേട്ടാലും മതിവരാത്ത സാരോപദേശങ്ങൾ ഇനിയും ഉപദേശിക്കണം മഹാമുനെ. നേരമേറെ ചെന്നിരിക്കുന്നു, നമുക്ക് നടക്കാം. കണ്ണന്റെ ജനന സമയം ഏറെ വിശേഷപ്പെട്ടതാണെന്ന് സ്വാമികൾ പറഞ്ഞിരുന്നു. അതെ, കൃഷ്ണപക്ഷത്തെ രാത്രിയിൽ ഇടവം ലഗ്നത്തിൽ അഷ്ടമി തിഥിയിൽ രോഹിണി നക്ഷത്രത്തിലാണ് കണ്ണൻ പൂജാതനായിരിക്കുന്നത്. കണ്ണൻ പിറന്നു വീഴാൻ വേണ്ടി സൂര്യാദി ഗ്രഹങ്ങളൊക്കെ യഥാസ്ഥാനത്ത് തികച്ചും അനുകൂലമായ രീതിയിൽ സ്ഥിതി ചെയ്ത് ഒരപൂർവ മുഹൂർത്തം സൃഷ്ടിച്ചു കൊടുത്തു എന്ന് പറയുന്നതാവും ശരി. അങ്ങനെയുള്ള ഒരു മകനെ കിട്ടിയ നീ പുണ്യവാനാണ്. നിന്റെ പൂർവകാല പുണ്യങ്ങളെല്ലാം ചേർന്ന് ഉടൽ പൂണ്ടതാണ് ഈ കണ്ണന്റെ ജന്മമെന്ന് മനസ്സിലാക്കുക.
എന്തിനേറെ പറയുന്നു, നിനക്കോർത്തോർത്ത് അഭിമാനിക്കാൻ ഒരു സത്യം മാത്രം മതിയല്ലോ. നിന്റെ മകൻ കണ്ണൻ സാക്ഷാൽ വിഷ്ണു ഭഗവാന് തുല്യനാണ്. സത്യമാണോ മഹാമുനെ? ഞാൻ അത്രയ്ക്ക് പുണ്യം ചെയ്തവനോ? എന്റെ പൊന്നുമോൻ വിഷ്ണു തുല്യനാണോ മഹാമുനെ? അതെ, അവൻ വിഷ്ണു തുല്യനാണ്. വിഷ്ണുവാണ് ഈ പകൽ പോലെ സത്യം. സൃഷ്ടികർത്താവിനാൽ ശിരോലിഖിതം ചെയ്യപ്പെട്ട മരണസമയത്തെ അതിജീവിക്കാൻ ദേവേന്ദ്രാദികൾക്ക് പോലും അസാധ്യമാണ്. വിരാട് പുരുഷന് മുല നൽകി സായുജ്യമടയണമെന്ന പൂതനയുടെ മുജ്ജന്മകാമിതം സഫലമായി. ക്ഷീരപാനം നൽകിയവൾ ക്ഷീരസാഗരത്തിൽ തന്നെ വിലയിച്ചു. ആദിനാരായണന്റെ അവതാരം നിഗ്രഹിക്കാൻ മാത്രമല്ല, നിഗ്രഹിക്കുക വഴി ആഗ്രഹസാഫല്യം നൽകി അനുഗ്രഹിക്കാൻ കൂടിയാണ്.